എന്റെ പൊന്നോ, ഞാൻ ചുരിദാറിടാൻ വേണ്ടി തന്നെയാണ് അങ്ങോട്ടേക്ക് പോയത്. പക്ഷെ അലമാര തുറന്നപ്പോൾ ഞാൻ എന്റെ ഈ സാരി കണ്ടു. അതുകൊണ്ട് ഞാൻ എടുത്തു. അതിനിപ്പോ എന്താ, എനിക്ക് കൊടുത്തുകൂടെ? എന്റെ സ്വന്തം സാരിയല്ലേ ഇത്. ഇത് മനഃപൂർവ്വമാണ്, എനിക്കറിയാം അതൊക്കെ. ഇപ്പൊ കണ്ടോ, എന്നെ കണ്ട പിച്ചക്കാരി ലുക്കും ചേച്ചിയെ കണ്ട ഒരു ഗ്രാൻഡ് ലുക്കും. അത് മാത്രമല്ല, ചേച്ചിയുടെ മുഖത്ത് എത്രയോ ലിപ്സ്റ്റിക് ഒക്കെ തേമ്പിരിക്കുന്നത്. എനിക്കൊരു മേക്കപ്പ് സാധനം പോലും ഇല്ല. അത് കൊള്ളാലോ. എന്നോട് മേക്കപ്പ് ഇടണ്ടെന്ന് ഞാനാണോ പറഞ്ഞത്? അല്ലെങ്കിൽ പിന്നെ നിന്റെ പറച്ചിൽ കേട്ടതൊന്നും ഞാൻ നിന്റെ ഉടുപ്പാണ്, നിന്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇട്ടതെന്ന്. എന്റെ ഡ്രസ് ഇടാനുള്ള അവകാശം എനിക്കില്ലേ? അലമാര തുറന്നപ്പോൾ ഇത് കണ്ടു, ഇതെനിക്ക് ഇഷ്ടമായി, ഞാൻ അത് ഇട്ടു. ഇനി കൂടുതലൊന്നും പറയണ്ട, വേഗം വാ, നമുക്ക് വൈകണ്ട, പോകാം. നമ്മൾ കല്യാണം കൂടാൻ തന്നെയല്ലേ പോകുന്നത്, അല്ലാണ്ട് അവിടെ മണവാട്ടിയായിട്ടല്ലോ. ഇയാളുടെ ജാട കണ്ടാ തോന്നാം ഇയാളാണ് മണവാട്ടിയെന്ന്. അതിന് പറ്റിയ ഒരു സാരിയും. സത്യം പറയല ചേച്ചി, ചേച്ചിക്ക് ഇതൊട്ടും ചേരുന്നില്ല. ഭയങ്കര ബോറായിട്ടുണ്ട്. ആ മോന്ത കണ്ടാലേ പശു പോലെ വെള്ളം കുടിക്കില്ല. എത്രയാ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ മേക്കപ്പ് ഇട്ടിട്ട് ചേച്ചിയുടെ കൂടെ കല്യാണത്തിന് പോകാനേ എനിക്ക് നാണക്കേടാണ്. അതൊക്കെ അങ്ങ് തുടച്ചു കളാം. എന്തൊരു മോശം. സമ്മതിച്ചു, എനിക്ക് ഈ സാരി ഒട്ടും ചേരുന്നില്ല. പക്ഷെ നിനക്കൊണ്ടല്ലോ ഈ ചുരിദാർ നന്നായിട്ട് ചേരുന്നുണ്ട്. നല്ലൊരു അമ്മച്ചി ലുക്ക്. എന്റെ അമ്മ, എന്തൊരു ഭംഗിയാണിത്. നിന്റെ കഥാപ്രസംഗം കേട്ട് നിൽക്കാനേ എനിക്ക് സമയമില്ല. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. ഇനി വൈകിയാൽ അമ്മ നമ്മളെ കൊല്ലും. നീ വരുന്നുണ്ടെങ്കിൽ വാ, ഞാൻ എന്തായാലും പോവുക. എന്തൊരു ജാതി അവൾക്ക്, എന്ത് പറഞ്ഞാലും ഉണ്ടാവും. കാണിച്ചു തരാം ഞാൻ. എന്റെ ദൈവമേ, ഇനി അവൾ പറഞ്ഞത് ശരിയായിരിക്കോ? ശരിക്കും എന്നെ കണ്ടാൽ ഒരു അമ്മച്ചി ലുക്കായിരിക്കും ഉണ്ടാവുക. എന്തായാലും സാരയില്ല, ഇനിയിപ്പോ മാറ്റി ഡ്രസ് ഇടാനൊന്നും സമയമില്ല. ഇങ്ങനെ തന്നെ അങ്ങ് പോകാം. കുറച്ച് മേക്കപ്പ് എങ്കിലും ചെയ്യാമായിരുന്നു എനിക്ക്. എല്ലാം പറ്റിപ്പോയി. എന്താ മക്കൾ ഇത്ര വൈകിയത്? എത്ര നേരമായി ഞാൻ നിങ്ങളെ നോക്കുന്നു. എല്ലാരോടും പറഞ്ഞു മടുത്തു. നിങ്ങളോട് വേഗം വരണമെന്ന് പറഞ്ഞതല്ലേ മമ്മി? ഇവിടെ എല്ലാരും ഫുഡ് കഴിക്കാൻ പോയി. ഞാൻ നിങ്ങളെ നോക്കി നിൽക്കുകയായിരുന്നു. ഇതെന്താ ഇത്രയും വൈകിയത് നിങ്ങൾ? അത് ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോ വൈകി മമ്മി, അതാണ്. അതൊന്നല്ല മമ്മി. സാധാരണ കഴിഞ്ഞ സമയത്ത് തന്നെയാണ് ട്യൂഷൻ കഴിഞ്ഞത്. ഞാൻ അപ്പൊ തന്നെ റെഡിയായി. ഈ ചേച്ചിയുടെ മേക്കപ്പ് കഴിയാഞ്ഞിട്ടാ ഇത്രയും വൈകിയത്. അയ്യോ പിങ്കി മോളെ, നീ ഇതെന്ത് ഉടുപ്പിട്ടാണ് വന്നത്? നിങ്ങളോട് മര്യാദയ്ക്ക് ഒരുങ്ങി വേണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. വേറെ ഒരു ഉടുപ്പും അവൾക്ക് ഇല്ലാത്തതുപോലെ. എന്താ നാടി നിന്റെ കോലം ഇത്? എത്ര ജനങ്ങൾ കൂടുന്ന പരിപാടിയാണിത്. വെറുതെ മനുഷ്യനെ നാണം കെടുത്താൻ എന്താ നാടി ഇട്ടാന്ന് വന്നിരിക്കുന്നത്? ഇപ്പൊ ചേച്ചിയുടെ കഴിഞ്ഞേ ഉള്ളൂ, ഇനിയിപ്പോ അമ്മയെ തുടങ്ങിയോ? ശരി, ഞാൻ കേട്ടോളാം. പറഞ്ഞോ, അമ്മ പറഞ്ഞോ. എന്ത് ചേച്ചിയുടെ കഴിഞ്ഞെന്നോ? നീ എന്തൊക്കെയാ പറയണത്? ചേച്ചി കാരണം ഞാൻ ഉടുപ്പിട്ട് വന്നത്. എന്നിട്ടോ ഇപ്പൊ നോക്ക്, ചേച്ചി അമ്മ അടിപൊളി. ഞാൻ മാത്രം ഒരു സാധാരണക്കാരിയെ പോലെ. എനിക്ക് ഫുഡും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ ഇവിടെ നിന്നും പോവുകയാ. ഇതിപ്പോ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ടതാണോ? നീ കുറെ നേരം മേലെ തുടങ്ങിയിട്ട്. അയ്യോ, ഇത് കല്യാണ വീടാണ്, ഒന്ന് നിർത്ത്. ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നു. എന്താ മോളെ പിങ്കി മോളെ, നിനക്ക് വേറെ ഉടുപ്പൊന്നും കിട്ടിയില്ലേ? എന്താ ഉണ്ടായത്? അത് പിന്നെ മമ്മി, നീ ചേച്ചി ചുരിദാർ ഇടുന്നെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാനും വിട്ടു. എനിക്ക് ഡ്രസ് ഇട്ട് ഇറങ്ങിയപ്പോഴേ നീ ചേച്ചി സാരി എടുത്തിരിക്കുന്നു. ഞാൻ ഈ പേദം പോലത്തെ ചുരിദാറും. ഒന്നാമതേ വൈകി, പിന്നെ ഞാൻ എങ്ങനെ ഡ്രസ് മാറ്റാനാ? കണ്ടോ, ഈ ചേച്ചി കാരണമാണ് ഞാൻ ചുരിദാർ ഇട്ടത്. എന്നിട്ട് ഇപ്പൊ എല്ലാരും കൂടെ എന്നെ പറയുന്നു. ഞാനില്ല, ഞാൻ പോവുക ഈ കല്യാണ വീട്ടിൽ നിന്ന്. എനിക്കൊന്നും വേണ്ട. ഞാൻ ചുരിദാർ ഇടാൻ പറഞ്ഞത് ശരിയാ മമ്മി, പക്ഷേ ഞാൻ ഇവളോട് ഈ ചുരിദാർ ഇടാനൊന്നും പറഞ്ഞില്ല. ഇവക്ക് വേറെ എത്രയോ നല്ല ചുരിദാറുണ്ട്. ഈ പേദം പോലത്തെ ചുരിദാർ ഇട്ട് വരാൻ ഇവളോട് ആരാ പറഞ്ഞത്? എന്റെ അലമാര തുറന്നപ്പോ ഞാൻ ഈ സാരി കണ്ടു, അതുകൊണ്ട് ഞാൻ സാരി എടുത്തു. അതിനെന്തിനാ അവൾ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത്? അല്ലെങ്കിലും ഇതൊന്നും ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. അവള് വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കുക മമ്മി. ശരി, ഇനിയിപ്പോ ഇതൊക്കെ പോട്ടെ. വാ, നമുക്ക് മണവാട്ടിയോടൊപ്പം നിന്നിട്ട് ഫോട്ടോ എടുക്കണം. കുറെ സമയമായി പപ്പ നമ്മളെയും കാത്ത് അവിടെ നിൽക്കുന്നു. നിങ്ങൾ വരുന്നത് കാണാനിട്ട് പപ്പ സ്റ്റേജിന്റെ ഭാഗത്തോട്ട് പോയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. വേണ്ട, ഞാനങ്ങമില്ല ഫോട്ടോ എടുക്കാൻ. മമ്മിയും മമ്മിയുടെ മോളെയും കൂട്ടി അങ്ങ് പോയാൽ മതി. എന്റെ ഉടുപ്പ് ഭംഗിയില്ലെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ഞാനെങ്ങും വരുന്നില്ല. നിങ്ങൾ രണ്ടുപേരും പോയിട്ട് ഫോട്ടോ എടുത്താൽ മതി. അങ്ങനെ നീ പിണങ്ങാതെടി. അല്ലെങ്കിലും ഉടുപ്പത്ര കൊള്ളില്ലെന്ന് പറഞ്ഞാൽ എന്താ? സുന്ദരി എന്റെ മോള് തന്നെയാ. വാനേ, നമുക്ക് പോയിട്ട് ഒരു ഫോട്ടോ എടുക്കാം. പിണങ്ങാതെ വാ ചക്കരേ. ചേച്ചി, എന്താടി? ചേച്ചി ബുക്ക് വായിക്കാണോ? അല്ല, ഞാനിവിടെ വീണ വായിക്കാ. കണ്ടിട്ട് നിനക്ക് എന്തേ തോന്നുന്നത്? ചേച്ചി എന്തിനാ എപ്പോഴും എന്നോട് ഇങ്ങനെ ചൂടാവുന്നത്? ഞാൻ വെറുതെ ഒരു വിശേഷം ചോദിച്ചതല്ലേ. കണ്ടിട്ട് ബുക്ക് വായിക്കുകയാണെന്ന് തന്നെയാ തോന്നുന്നത്. നന്നായി. പിന്നെ കിന്നാരം ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അയ്യോ പാവം എന്റെ ചേച്ചി. എന്തു പറ്റി? എന്റെ ചേച്ചി ഒരു പാവമായത് കൊണ്ടല്ലേ ഇരിക്കണേ. കുറെ സമയമായല്ലോ നീ തുടങ്ങിയിട്ട്. എന്തോ ഒരു കാര്യമുണ്ടല്ലോ. എന്താ? ഇക്കാലത്ത് ഇങ്ങനെ ബുക്കൊക്കെ വായിച്ചിരിക്കുന്നത് പാവം എന്റെ ചേച്ചി മാത്രമായിരിക്കും. അതിന്റെ ഇപ്പൊ ആരും ബുക്കൊന്നും വായിക്കാറില്ലേ?
ഇല്ല, ഇപ്പൊ ആരുടെ കയ്യിലാ ബുക്കൊക്കെ ഉള്ളത്? ഇപ്പൊ എല്ലാവർക്കും മൊബൈൽ ഫോണല്ലേ. പാവം എന്റെ ചേച്ചി എന്ന് പറഞ്ഞ ഞാനതാ, എന്റെ ചേച്ചിക്ക് മാത്രം മൊബൈൽ ഫോൺ ഇല്ലല്ലോ. ഓ, അതാണോ കാര്യം? ഞാനതിന് ഇതുവരെ മൊബൈൽ ഫോണിന് ആരോടും ആവശ്യപ്പെട്ടില്ലല്ലോ. എന്റെ ചേച്ചി ഒരു പാവമായത് കൊണ്ടല്ലേ മൊബൈൽ ഫോണിനൊന്നും ആവശ്യപ്പെടാത്തത്. ചേച്ചി ആവശ്യപ്പെട്ടാൽ മമ്മി എന്തായാലും ചേച്ചിക്ക് മൊബൈൽ ഫോൺ വാങ്ങിച്ചു തരില്ലേ? എന്റെ ചേച്ചി, ഇക്കാലത്ത് നമ്മുടെ കയ്യിൽ സ്വന്തമായി ഫോൺ ഇല്ലാത്തത് നാണക്കേടുള്ള കാര്യം തന്നെയാണ്. എന്റെ ഫ്രണ്ടിലെ നീനുവിന്റെ ചേച്ചിക്ക് ഐഫോണ്. എനിക്കൊരു ചേച്ചിയുണ്ട്. ഈ ചേച്ചിക്കാണെങ്കിൽ ഒരു നോക്കിയ ഫോൺ വരെ ഇല്ല. ചേച്ചിക്ക് പുറത്തൊന്നും പോകുമ്പോൾ നാണക്കേടില്ലേ സ്വന്തമായിട്ടൊരു ഫോൺ ഇല്ലാത്തത് കൊണ്ട്? അതിന് എനിക്ക് സ്വന്തമായിട്ട് ഫോൺ ഇല്ലാന്നല്ലേ ഉള്ളൂ. നമ്മൾ മമ്മിയുടെ ഫോൺ ഉപയോഗിക്കാറില്ലേ? ഇപ്പൊ തൽക്കാലം എനിക്ക് ആ ഫോൺ മതി. എന്റെ ചേച്ചി ഇങ്ങനെ ഒരു പഴഞ്ചൻ രീതിയിൽ ജീവിക്കാതെ ന്യൂ ജനറേഷനിലേക്ക് വാ. സ്വന്തമായിട്ട് ഫോൺ ഉണ്ടെങ്കിൽ ഇൻസ്റ്റയും വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റൂ. ഇതൊരുമാതിരി ബുക്കും വായിച്ചോണ്ട് പഴയ കാലത്തെ പോലെ. നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. സ്വന്തമായിട്ട് ഫോണിന് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ അതെന്തായാലും ഇവിടെ നടക്കില്ല. മമ്മി ഒരിക്കലും എനിക്ക് സ്വന്തമായിട്ടൊരു ഫോൺ വാങ്ങിച്ചു തരില്ല. പിന്നെ വെറുതെ അത് ആശിച്ചിട്ട് കാര്യമില്ലല്ലോ. അതാ പിന്നെ ഞാൻ അതിനൊന്നും വേണ്ടി ശ്രമിക്കാത്തത്. ചേച്ചിക്ക് ഞാനൊരു നല്ല ഐഡിയ പറഞ്ഞു തരാം. പക്ഷെ ഐഡിയ പറഞ്ഞതിന് മുന്നേ ചേച്ചി ഒരു പ്രോമിസ് ചെയ്യണം. പ്രോമിസോ? എന്ത് പ്രോമിസ്? ചേച്ചിക്ക് എന്നാ ഫോൺ കിട്ടിയാൽ എനിക്ക് അതിൽ നിന്ന് ഗെയിം കളിക്കാൻ തരണം. അങ്ങനെ എനിക്ക് തന്നാൽ മാത്രം ഞാൻ ചേച്ചിക്ക് ഫോൺ സംഘടിപ്പിച്ചു തരാം. ഹമ്പട കേബി, അപ്പൊ അതാണല്ലേ നിന്റെ ഉദ്ദേശം? എനിക്കൊരു ഫോൺ വാങ്ങിച്ചാൽ നിനക്കും അതിൽ നിന്ന് കളിക്കാലോ. അല്ലാതെ പിന്നെ ചേച്ചിയെ കൊണ്ടൊരു ഫോൺ വാങ്ങിച്ചിട്ട് വേണം അത് എനിക്ക് ഉപയോഗിക്കാൻ. അല്ലാതെ ചേച്ചിക്ക് ഫോൺ ഇല്ലാത്തതിൽ എനിക്കൊരു വിഷമമില്ല. എനിക്കൊക്കെ മനസ്സിലായി. കാളവാല പൊക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇതിൽ എന്തോ ഒരു തരികിടയുണ്ടെന്ന്. അതൊക്കെ പോട്ടെ, ചേച്ചിക്ക് ഇപ്പൊ ഫോൺ വേണോ വേണ്ടയോ? ഫോണൊക്കെ വേണമായിരുന്നു. പക്ഷേ അത് കിട്ടോ? കിട്ടാനൊരു വഴിയുണ്ട്. എന്തു വഴിയാത്? വേഗം പറഞ്ഞേ. നമുക്ക് മമ്മിയെ സോപ്പിടാം. മമ്മിയെ മെല്ലെ മെല്ലെ സോപ്പിട്ട് നമുക്ക് കാര്യം അവതരിപ്പിക്കാം. അപ്പൊ എന്തായാലും മമ്മി ഒരു ഫോൺ വാങ്ങിച്ചു തരും. നമ്മൾ ഇതുവരെ മമ്മിയോട് ഫോൺ വേണമെന്ന് ആവശ്യപ്പെട്ടില്ലല്ലോ. അതൊക്കെ നടക്കുമോ? എന്റെ ചേച്ചി ഇങ്ങനെ നെഗറ്റീവ് പറയാതെ. നടക്കും, എന്തായാലും നടക്കും. ചേച്ചി എന്റെ കൂടെ നിന്നാ മതി. മമ്മി എന്താ സോഫയെ കിടക്കുന്നു. ഞാൻ പോയി മമ്മിയെ മെല്ലെ സോപ്പിടട്ടെ. അപ്പൊ ചേച്ചി വന്ന് കാര്യം അവതരിപ്പിച്ചാ മതി. നീ പറയുന്നത് പോലെ ചെയ്യാം. നടക്കുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയുമില്ല. ഒന്ന് ശ്രമിച്ചു നോക്കാനേ. ചേച്ചി എന്റെ കൂടെ വാ. ശരി, എങ്കിൽ ചെല്ലു നീ. എന്തോരം പണിയായിരുന്നു. ഒക്കെ കഴിഞ്ഞ് കിടക്കുമ്പോഴുള്ളൊരു സുഖം. ഇവിടെ കിടക്കുകയാണല്ലേ കൊച്ചു കള്ളി. മമ്മി വന്നു. ഞാൻ എന്തിനാണ് കൊച്ചു എന്റെ കാലിട്ട് വലിക്കുന്നത്? മര്യാദയ്ക്ക് ഒന്നും കൂടെ സമ്മതിക്കൂലേ? എന്ത് ചോദ്യം മമ്മി ഇത്? അമ്മയുടെ കാല് തടവാൻ സമ്മതിക്കൂലേ? അത് ശരി, എന്തോ ഒന്ന് സോപ്പിടല. എടി ലച്ചു ചേച്ചി, നിങ്ങൾ വന്നടി. അപ്പൊ ഇവൾക്ക് മാത്രമല്ല മറ്റവൾക്കും കൊണ്ട് എന്തോ ഒരു കാര്യം. മമ്മി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഒന്നുമില്ലടി, കൊച്ചു നന്നായിട്ട് കാലങ്ങ് തിരുമിക്കോ എന്നാ. എടി പിങ്കിമോളെ, നീ ചേച്ചി വിളിച്ചായിരുന്നോ? വിളിച്ചായിരുന്നു. അതെ, ചേച്ചിയും കൂടെ മമ്മിയുടെ കാല് തടവാൻ വേണ്ടിയായിരുന്നു. അതിനെന്താ, ഞാൻ കൂടെ സഹായിക്കാലോ. നിക്ക്. അതെ, പൊന്നു മക്കൾക്ക് എന്ത് കാര്യമാ സാധിക്കേണ്ടതെന്ന് പറ. എന്നിട്ട് വന്നിട്ട് കാലും കൈയൊക്കെ പിടിക്കാട്ടാ. എന്താ മമ്മി ഇങ്ങനെയൊക്കെ പറയണത്? ഞങ്ങൾ ഒരു നല്ല കാര്യം ചെയ്യാൻ സമ്മതിക്കൂലേ? അത് ശരി. എന്നാലേ മമ്മി ഇപ്പൊ വരാം. മമ്മിക്ക് കുറച്ചും കൂടെ പണി തീർക്കാനുണ്ട്. അയ്യോ, മമ്മി പോവുകയാണോ? നിക്ക് മമ്മി, പോകല്ലേ. എനിക്ക് അടുക്കളയിലെ പിടിപ്പത് പണിയുണ്ട്. നിങ്ങൾക്ക് പറയുന്നത് പോലെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരാൻ എന്നെ കിട്ടൂല. മമ്മി ഒന്ന് ഇവിടെ ഇരുന്നേ. ചേച്ചിക്ക് ഒരു കാര്യം പറയണ്ട മമ്മിയോട്. അത് കേട്ടിട്ടേ മമ്മി പോട്. വേഗം പറ പിള്ളേരെ ഇങ്ങോട്ട്. അത് പിന്നെ മമ്മി. ഇവന്മാരെയും കൊണ്ട് ആ പിന്നെയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേഗം കാര്യം പറ കൊച്ചേ. അത് പിന്നെ ഞങ്ങൾ രണ്ടുപേർക്കും ഉപയോഗിക്കാനായിട്ട് ഒരു ഫോൺ വാങ്ങി തരുമോ മമ്മി? അത്രേ ഉള്ളോ? ഫോൺ മാത്രം മതിയോ? ഒരാൾക്ക് മതിയോ അതോ രണ്ടുപേർക്കും വേണോ? മമ്മി പറഞ്ഞോട്ടെ, കേൾക്കട്ടെ. വില കൂടിയത് വേണോ വില കുറഞ്ഞത് വേണോ? ഏത് ടൈപ്പ് വേണം? ഐഫോൺ വേണോ? സാംസങ് മതിയോ? നിങ്ങൾക്ക് ഏതാ ഉദ്ദേശിക്കുന്നത്? തൽക്കാലം സാംസങ് മതി മമ്മി. അതാവുമ്പോ വലിയ വിലയില്ല. എന്തായാലും പിങ്കിമോളെ, അത് പോരെ? എന്നാലേ മക്കൾ ഒരു കാര്യം ചെയ്യും. മുറ്റത്തെ അച്ഛൻ പണം കഴിക്കുന്ന മരം കുഴിച്ചിട്ട് വെച്ചിട്ടില്ലേ? അതുമ്മ പോയിട്ട് കുറച്ച് പണം പറിച്ചിട്ട് വാ. മമ്മി എന്തോ നടി കിടന്ന് കൂവുന്നത്? നിങ്ങൾക്കൊക്കെ ചോദിക്കുമ്പോ എല്ലാം വാങ്ങി തരുന്നതിന്റെ അഹങ്കാരമല്ലേ കാണിക്കുന്നത്? അതല്ല, എനിക്ക് മനസ്സിലാവാതെ ഇതാണ്. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഫോൺ എങ്ങനെ ഉപയോഗിക്കും? രണ്ടാളും കൂടെ ഇവിടെ ഇരുന്ന് ടിവിന്റെ റിമോട്ടിന് വേണ്ടി അടി കൂടിയത് മറന്നുപോയോ ഇത്ര പെട്ടെന്ന്? അങ്ങനെയുള്ള രണ്ടാളാണോ ഫോൺ ഷെയർ ചെയ്യാൻ പോകുന്നത്? ഒന്ന് പോ പിള്ളേരെ അവിടുന്ന്. മനുഷ്യന്റെ സമയം കളയാനായിട്ട് ഫോൺ വേണം പോലെ ഫോണ്. നിനക്കിപ്പോ സമാധാനമായില്ലേ? വെറുതെ ശശിയാവാൻ വേണ്ടിട്ട് ഓരോന്നിനും തുള്ളിക്കോളും. ഇപ്പൊ ഫോണുമില്ല, മമ്മിയുടെ കയ്യിൽ ചീത്തയും ബാക്കി. മനുഷ്യൻ എന്തൊക്കെ കൊതിച്ചു. വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം
അവനായി ശവമായി. അയ്യോ ചേച്ചി പോകാതെ, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. പോടി വേണ്ട അവള്, അവളുടെ ഒരു സാംസങ്. മൊത്തം കുളമായല്ലോ. മമ്മി ദോശ റെഡിയായോ? നിക്ക് കൊച്ചേ, ഇപ്പൊ ഫ്രിഡ്ജിന്ന് മാവ് എടുത്ത് വെച്ചിട്ടല്ലേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് നിക്ക്, ഇപ്പൊ ചൂടാട്ടോ. അപ്പൊ ഇതുവരെയായിട്ട് ചുട്ടില്ലേ? ഇല്ല മക്കളെ, അമ്മ ഫ്രിഡ്ജിന്ന് ദോശ എടുത്ത് ഇപ്പല്ലേ പുറത്ത് വെച്ചിരിക്കണത്. അത് തണുപ്പ് പോകാൻ വേണ്ടിട്ട് കുറച്ചേരം പുറത്ത് വെച്ചതാ. ഇപ്പൊ ചുട്ടേരാവേ. മമ്മി ഇപ്പൊ 5 മിനിറ്റ് എന്ന് പറയാൻ തുടങ്ങിട്ട് ഇപ്പൊ 1/2 മണിക്കൂറായി. ഒന്ന് വേഗം ചുട്ടേരോ. മമ്മി ആദ്യത്തെ ദോശ എനിക്ക് കേട്ടോ. കൊള്ളാലോ, അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി കേട്ടോ. അതെന്തിനാ ഞാൻ പള്ളി പോയി പറയണത്? മമ്മിയല്ലേ ദോശ ചുടുന്നത്, അതുകൊണ്ട് എനിക്ക് മമ്മിയോട് പറഞ്ഞാ പോരെ. അയ്യോ വലിയ തമാശ, പിന്നെ ചിരിക്കാൻ കേട്ടോ. പിന്നെ നീ ചിരിച്ചേക്കണേ. ഓ പിന്നെ എനിക്ക് ഇയാളുടെ തമാശയായിട്ട് ചിരിക്കലല്ലേ പണി. ഒന്ന് പോയ അവിടുന്ന്. എടി പിങ്കി, എന്താടി ലച്ചു, നീ എന്താടി ഇപ്പൊ വിളിച്ചേ? എന്തേ ഇയാൾക്ക് ചെവിയും കേക്കൂലേ? ലച്ചൂന്ന്. മമ്മി ദേ പിങ്കി നോക്ക്, അവളുടെ പേരിട്ട് വിളിക്കുന്നു. നീ പിങ്കി മോളെ, ഞാൻ അങ്ങോട്ട് വന്നാൽ നല്ല തല്ല് കൊള്ളും കേട്ടോ. മിണ്ടാതിരിക്കണുണ്ടോ അവിടെ? അയ്യോ പാവം പിങ്കി മോള്. ഡീ ചേച്ചി, മര്യാദയ്ക്ക് കളിയാക്കി ചിരിക്കാൻ നിർത്തിക്കോ, ഇല്ലെങ്കിലുണ്ടല്ലോ. ആഹാ കൊള്ളാലോ, എങ്കിൽ ഞാൻ ഇനിയും ചിരിക്കും. നീ എന്ത് ചെയ്യും? ചേച്ചി വേണ്ട, നിർത്തിക്കോ, നല്ലതിനല്ല പറഞ്ഞേക്കാം. തന്നെ ആഹാ എടി ചേച്ചി. മക്കളെ എന്താ അവിടെ ഒരു സൗണ്ട്? അയ്യോ എന്റെ പല്ല് പോയേ, പോയേ എന്റെ പല്ല് പോയേ. മമ്മി അയ്യോ ചേച്ചി 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 കരയില്ല ചേച്ചി, മമ്മി ഇപ്പൊ വരും. അയ്യോ ചേച്ചി ചേച്ചി എനിക്കൊരു അബദ്ധം പറ്റില്ല ചേച്ചി, കരയില്ല ചേച്ചി. അതിന് മാത്രം ചേച്ചിക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. ചേച്ചി ഇങ്ങനെ കരയല്ലേ, അമ്മ ഇപ്പൊ ഇങ്ങനെ വരും. അമ്മ വന്ന് എനിക്ക് നല്ല തല്ല് കൊള്ളും. ചേച്ചി 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 കരയല്ലേ പ്ലീസ് ചേച്ചി, നല്ല ചേച്ചിയല്ലേ. ചേച്ചി കയ്യൊന്ന് എടുത്തേ, ഞാനൊന്ന് നോക്കട്ടെ എന്തൊക്കെ പറ്റിയിട്ടുണ്ടോ എന്ന്. മാറടി. അയ്യോ എന്റെ തല പൊട്ടിച്ചു ചേച്ചി. അയ്യോ പിങ്കി മോളെ നീ ഇങ്ങനെ വീണേ? മനഃപൂർവ്വം തലയിടാൻ ചെയ്തിട്ട് എങ്ങനെയാ വീണേന്നോ? അമ്മ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കാട്ടോ. മമ്മി എന്തുവാ പിള്ളേരെ ഇവിടെ ഒരു ബഹളം? അച്ചച്ചോ പിങ്കി മോളെ ഇങ്ങനെ കരയണത്? മമ്മി നീ ചേച്ചി എന്നെ തലയിട്ടിട്ട് എന്റെ തല പൊട്ടിച്ചു. മമ്മി തല പൊട്ടിച്ചെന്നോ? എങ്ങനെ? അത് പിന്നെ മമ്മി ചുട്ട ആദ്യത്തെ ദോശയെന്ന് അത് ചേച്ചിക്ക് വേണമെന്ന് പറഞ്ഞു. അത് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞതിന് ചേച്ചി എന്നെ തല്ലിയിട്ടിട്ട് എന്റെ തല പൊട്ടിച്ചു. മമ്മി മമ്മി എന്തിനിപ്പ എന്നെ തല്ലിയത്? പിന്നെ തല്ലാണ്ട് മടിയിലിട്ട് ലാളിക്കണോ? ഈയിടയ്ക്ക് നിനക്ക് കുറച്ച് കുറ്റങ്ങൾ കൂടുന്നുണ്ട് ലച്ചു. നീ എന്തിനാണ് അവളെ തല തല്ലി പൊട്ടിച്ചത്? മമ്മി കാര്യം അറിയരുത് മമ്മി കാര്യം അറിയരുത് തല്ലരുത് കേട്ടോ. ആദ്യം അവളെ പ്ലേറ്റ് എന്നിട്ട് എന്റെ പല്ല് പൊട്ടിച്ചേ. അതിന് അവൾ എന്നെ സമാധാനിപ്പിക്കാൻ വന്നപ്പോൾ ഞാൻ അവളുടെ കൈ മെല്ലെ തട്ടി വിട്ടതേ ഉള്ളൂ. അവൾ തന്നാലേ പോയി വീണതാ, അല്ലാതെ ഞാനെങ്ങനെ തള്ളിയിട്ടതല്ല. എന്നിട്ട് മമ്മി എന്നെ തല്ലുകയാണോ? പപ്പ വിളിക്കുമ്പോൾ ഞാൻ എന്തായാലും പറഞ്ഞു കൊടുക്കും. നോക്കിക്കോ, രണ്ടാളും ഞാൻ എന്തായാലും പറഞ്ഞു കൊടുക്കും. എന്തോന്ന് പല്ല് പൊട്ടിക്കുക? നോക്കട്ടെ. അച്ചച്ചോ പിങ്കി മോളെ, എന്താ പിങ്കി മോളെ ഇത്? മമ്മി ചേച്ചിയുടെ പല്ലൊന്നും പൊട്ടിയിട്ടില്ല മമ്മി, അവള് വെറുതെ പറയാ. ഞാൻ വെറുതെ പ്ലേറ്റ് എടുത്ത് നേർന്നേ ഉള്ളൂ, അല്ലാതെ അവളുടെ പല്ലൊന്നും പൊട്ടിയിട്ടില്ല. അതവളുടെ ആദ്യം പൊട്ടിയ പല്ല. പ്ലേറ്റ് എടുത്ത് എറിഞ്ഞതും പോരാ, ആദ്യം പൊട്ടിയ പല്ല അവസാനം പൊട്ടിയ പല്ല വന്ന് ന്യായീകരിക്കുന്നവള്. ആ പ്ലേറ്റ് ഞാൻ അവളുടെ കണ്ണിലിട്ട് കൊണ്ടിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുന്നടി? അവളുടെ കണ്ണിന്റെ കാഴ്ച പോയാൽ നീ കണ്ണിന്റെ കാഴ്ച കൊടുക്കോ? മമ്മി അതിന് കണ്ണിലൊന്നും തട്ടിയില്ലല്ലോ മമ്മി. ഓ അപ്പൊ കണ്ണിൽ തട്ടാനിട്ടാണോ നിനക്ക് പ്രശ്നം? അങ്ങനെയൊന്നല്ല മമ്മി. പിന്നെ എങ്ങനെയാണ്? അല്ലെങ്കിൽ മമ്മിക്ക് എന്നോട്
തിരിച്ചു വന്നത് ഞാൻ ഇതും കേൾക്കണം ഇതിന്റെ അപ്പുറം കേൾക്കണം. സന്തോഷായില്ലേ? സമാധാനായില്ലേ? അതിട്ടൊന്ന് പൊടിച്ചപ്പോ നിനക്ക് വയറ് നിറഞ്ഞില്ലേ? ഇനി പോയി കിടന്നുറങ്ങാൻ നോക്ക്. മമ്മി അപ്പൊ ദോശയോ? ഒരു ദോശയില്ല ചട്ടിനില്ല. വേഗം പോയി രണ്ട് കിടന്നുറങ്ങാൻ നോക്ക്. നീ പട്ടിണി കിടന്നാലേ പഠിക്കത്തുള്ളൂ. അയ്യ പാവം ചേച്ചി, ചേച്ചിയുടെ ദോശ പോയി. ഓവർ വിളിക്കണ്ട, നിന്നോട് കൂടിയാ പറഞ്ഞത് ദോശ ഇല്ല. രണ്ടുപേരും കൂടെ പോയി കിടന്നുറങ്ങിക്കപ്പോ. മമ്മി ഇപ്പൊ എന്തായി? അതെ അതെ, നിനക്ക് വെറുതെ തോന്നിയതാണ്. ചിലപ്പോൾ അങ്ങനെയായിരിക്കും. അതെന്തേലും ആവട്ടെ, നിങ്ങൾ വാ നമുക്ക് അവിടെ നിന്നും കളിക്കാം. അയ്യോ പിങ്കിമോളെ, ദേ നോക്ക് രണ്ട് കാല്. കാലോ? എവിടെ? ഡാഡി അവിടെ നോക്ക്, ആ മരത്തിന്റെ പുറകിൽ. അവിടെ രണ്ട് കാല് കാണുന്നില്ല നീ? ശരിയാണല്ലോ, അതേത് കാലാണ്? ഞാനൊന്ന് നോക്കട്ടെ. എടി കുഞ്ഞാറ്റേ, ഇനി അത് വല്ല പ്രേതത്തിന്റെ കാലായിരിക്കുമോ? ഹേയ് എന്തായാലും പ്രേതമൊന്നും പട്ടപ്പകൽ വരില്ലല്ലോ. ഇതേതോ രണ്ട് ശൂട്ട കാലുകളാണ്. എടി കുഞ്ഞാവേ, ഇത് പ്രേതം ഭൂതമൊന്നുമല്ല, ഇതേ ലച്ചു ചേച്ചിയാണ്. നിങ്ങളെന്താ ഇവിടെ? അത് ശരി, ഞങ്ങളെന്താ ഇവിടെ നിന്നോ? ചേച്ചി എന്താ ഇവിടെ? ചേച്ചി എന്തോന്നാ മരത്തിന്റെ പുറകിൽ നിന്നും ചെയ്യുന്നത്? ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ വെറുതെ കാറ്റ് കൊള്ളാൻ വന്നതാ. ഇപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായില്ലേ ആ ചേട്ടൻ എന്തിനാ ബൈക്കുമേൽ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്നതെന്ന്? ചേച്ചി ഇവിടെ ആ ചേട്ടന്റെ വായി നോക്കി നിൽക്കുകയായിരുന്നു അല്ലേ? ഞാൻ ഇതെന്തായാലും മമ്മിയോട് പറഞ്ഞു കൊടുക്കും. വായി നോക്കി നിൽക്കുകയാണെന്നോ? നീ എന്തൊക്കെയാ പറയണത്? ഞാൻ വെറുതെ അകത്ത് നിന്നും ബോറടിച്ചപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. ചേച്ചിക്ക് എന്താ പതിവില്ലാത്തൊരു മുറ്റത്തിറക്കം? എടി കാന്താരി, അതൊക്കെ നിന്നോട് പറയേണ്ട ആവശ്യമുണ്ടോ? നീ ഒന്ന് വഴിയിൽ നിന്ന് മാറ്. അത്രയ്ക്കായോ? വേഗം സത്യം പറഞ്ഞ, അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ മമ്മിയോട് എന്തായാലും പറഞ്ഞു കൊടുക്കും. നീ എന്ത് പറയുമെന്ന്? ചേച്ചി മുറ്റത്തിറങ്ങി മതിലും ചാരി ഇരുന്ന് റോഡുമക്കൂട്ട പോകുന്ന ചെക്കന്മാരുടെ വായി നോക്കി നിൽക്കുകയാണെന്ന് ഞാൻ മമ്മിയോട് പറഞ്ഞു കൊടുക്കും. എന്റെ പൊന്നു മോളെ, ചതിക്കല്ലേ. ഞാൻ വായി നോക്കി നിന്നതൊന്നുമല്ല. ഞാനേ എന്റെ സ്കൂട്ടി ഒന്ന് കഴുകിയിടാൻ വേണ്ടിട്ട് പുറത്തിറങ്ങിയതാണ്. തള്ളു, ഇതൊക്കെ ചേച്ചിയുടെ തള്ളാണെന്ന് ഞങ്ങൾക്ക് നല്ലോണം മനസ്സിലായി. തള്ളൊന്നുമല്ല പിള്ളേരെ, സത്യമായിട്ട് ഞാൻ എന്റെ സ്കൂട്ടി കഴുകിയിടാൻ നോക്കുകയായിരുന്നു. അതിനിത് ചേച്ചിയുടെ സ്കൂട്ടിയാണോ? ഇത് അച്ഛന്റെ സ്കൂട്ടിയല്ലേ? അത് മാത്രമല്ല, സ്കൂട്ടിമേൽ ഇപ്പം ഒരഴുക്കുമില്ല. ഇതിലും എത്രയോ അഴുക്ക് പിടിച്ചിട്ട് ഈ സ്കൂട്ടി ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും ചേച്ചിക്ക് കഴുകിയിടാൻ തോന്നിയില്ലല്ലോ. ഇപ്പം മാത്രമല്ല ചേച്ചിക്ക് ഇത് കഴുകിയിടാൻ തോന്നുന്നത്. കൊച്ചമ്പ്രാട്ടിക്ക് എന്തൊക്കെയാ അറിയേണ്ടത്? വഴിന്ന് മാറടി കാന്താരി. ഇല്ല, മാറില്ല. അങ്ങനെ ചേച്ചി ഞങ്ങളെ ഒഴിവാക്കാൻ നോക്കണ്ട. സത്യം പറ ചേച്ചി, ആരാ ബൈക്കുമ്മ പോയത്? അതെങ്ങനെ എനിക്കറിയാം? അങ്ങനെ ആരൊക്കെയോ പോകുന്നു, അതൊക്കെ നോക്കി നിൽക്കലാണ് എന്റെ പണി. അങ്ങനെ ആരൊക്കെയോ പോകുന്നുണ്ട്, അതൊന്നും നോക്കി നിൽക്കലല്ല ചേച്ചിയുടെ പണി. ശരി തന്നെ, പക്ഷേ ആ റെഡ് ബൈക്കുമ്മ പോകുന്ന ചേട്ടനെ മാത്രം ചേച്ചി എന്താ നോക്കി നിന്നത്? ആ ചേട്ടൻ കുറെ സമയമായല്ലോ ഇങ്ങോട്ട് നോക്കി ഹോണും അടിച്ചു പോകുന്നത്. പെണ്ണെ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. റോഡിൽ കൂടെ പോകുന്ന ആൾക്കാരെ കണക്കെടുക്കലാണല്ലോ എനിക്ക് പണി. നിനക്ക് വേറെ പണിയൊന്നുമില്ല? കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാനേ നിങ്ങൾ CBI ഒന്നും ചേർന്നിട്ടില്ലല്ലോ. അത് മാത്രമല്ല, നിങ്ങൾ 3 പേരും എന്തിനാ ഇപ്പൊ മുറ്റത്തേക്ക് ഇറങ്ങിയത്? പിന്നെ റോഡുമ കൂടെ പോകുന്ന ആളൊക്കെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് നോക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? സത്യം പറ, വായി നോക്കാൻ നിങ്ങളല്ലേ മുറ്റത്തേക്ക് ഇറങ്ങിയത്? ഞങ്ങളോ? ചേച്ചി എന്തൊക്കെയാ പറയണത്? നിന്നൊരുളുകയൊന്നും വേണ്ട, എനിക്കൊക്കെ മനസ്സിലായി. സത്യം പറഞ്ഞാൽ നിങ്ങളാണ് മമ്മിയോട് പറഞ്ഞു കൊടുക്കേണ്ടത്. ചേച്ചി എന്തൊക്കെയായി പറയണത്? ഞങ്ങൾക്ക് വായി നോട്ടം എന്താണെന്ന് പോലും അറിയില്ല, പിന്നെ എങ്ങനെയാ ഞങ്ങൾ വായി നോക്കുന്നത്? ഒന്നും അറിയാത്ത പാവങ്ങള്. മര്യാദക്ക് വഴിയിൽ നിന്ന് മാറാനാ പറഞ്ഞത്. ഞാനേ ഈ സൈക്കിൾ കഴുകിടാൻ നോക്കുകയാണ്. ഈ സൈക്കിൾ വൃത്തിയിൽ കഴുകിയിട്ട് വേണം എനിക്ക് വൈകുന്നേരം ഒരു ഷോപ്പിങ്ങിന് പോകാൻ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയത്. ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയത് കൊണ്ട് നിങ്ങളുടെ കള്ളക്കളി മനസ്സിലായി. ലച്ചു ചേച്ചി, ചേച്ചി എന്തൊക്കെയാ പറഞ്ഞത്? ഞങ്ങളുടെ കള്ളക്കളിയോ? എന്ത് കള്ളക്കളി? നിങ്ങൾ 3 പേരും കൂടെ ഗേറ്റിന്റെ അടുത്ത് വന്ന് നിന്നത് റോഡുമ്മ കൂടെ പോകുന്ന ആളുകളെ നോക്കാനാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ മമ്മിയോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അയ്യോ ചേച്ചി, ചതിക്കല്ലേ, അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കല്ലേ. ഞങ്ങളൊന്നും മനസ്സിലായി അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അതെ ചേച്ചി, പ്ലീസ് ചേച്ചി, അങ്ങനെയൊന്നും മേന്റിയോട് പറഞ്ഞു കൊടുക്കല്ലേ. നോക്കട്ടെ.
പറഞ്ഞു കൊടുക്കാണ്ട് നിൽക്കണമെങ്കിലേ നിങ്ങൾ 3 പേരും കൂടെ ഈ വണ്ടി വൃത്തിക്ക് കഴുകിയിട്. ശരി ചേച്ചി. അങ്ങനെ ഗുഡ് ഗേൾ ആവ്. തൽക്കാലം രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഇപ്പൊ പണി പാളിയേനെ. അത് മാത്രമല്ല, ഇപ്പൊ മണ്ടികൾക്ക് സ്കൂട്ടി കഴുകണ പണിയും കിട്ടി, എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ രക്ഷപ്പെടുകയും ചെയ്തു. ഇതെങ്ങ മമ്മി അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ കഥ കഴിഞ്ഞേനെ. എടി, ശരിക്കും നമുക്ക് 8ന്റെ പണി കിട്ടിയല്ലോ. ഒന്നും വേണ്ടായിരുന്നു, നമ്മൾ വെറുതെ ചേച്ചിയെ തെറ്റിദ്ധരിച്ചു. അത് ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. എത്ര സമയമായെന്നോ ഞാൻ ഈ വീട് മുഴുവൻ തിരിയാൻ തുടങ്ങിയിട്ട്. എവിടെയാണ് അവ മമ്മി അത് ഒളിപ്പിച്ചു വെച്ചത്? മമ്മിയോട് തന്നെ ചോദിച്ചാലോ? അതാണ് നല്ലതെന്ന് തോന്നുന്നു. അല്ലാതെ വെറുതെ ഇവിടെയൊന്നും പരതിയിട്ട് ഒരു കാര്യവുമില്ല. അടുക്കളയിൽ ഒന്നും കൂടെ തിരിഞ്ഞു നോക്കിയാലോ? അവിടെ തന്നെ എവിടെയെങ്കിലും ഉണ്ടാകും. ഒന്നുകൂടെ ചെന്ന് നോക്കാം. എന്റെ ദൈവമേ, എന്റെ ഈ കാലുവേദനക്ക് ഒരു കുറവുമില്ലല്ലോ. എത്ര കാണിക്കൽ കാണിച്ചു, എന്നിട്ടും ഒരു മാറ്റവുമില്ല. എന്നാ കാലിനിത്തിരി കുഴമ്പ് തടയിത്തരാൻ ആരോടെങ്കിലും പറഞ്ഞാലോ? അതിന് മാർക്ക് സമയമുണ്ടാവില്ല. ഈ വീട്ടിലത്തെ മുഴുവൻ ജോലിയും ചെയ്യണം. ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും അസുഖം പറ്റിയാൽ അതും ഞാൻ തന്നെ സഹിക്കണം. ഇതൊക്കെ എന്റെ വിധി, അല്ലാതെ എന്ത് പറയാനാ? അപ്പുറത്തെ വീട്ടിലത്തെ സുമയുടെ ഭർത്താവ് അവളെ തലയിലും താഴത്തും വെച്ചിട്ട് എടുത്ത് നടക്കുന്നത്. ഇവിടെയും ഉണ്ടൊരാൾ. തലയിലും താഴത്തൊന്നും എടുത്ത് വെച്ചില്ലെങ്കിലും ഈ കാലിനിത്തിരി കുഴമ്പ് തടയി തന്നാ മതിയായിരുന്നു. ഒക്കെ എന്റെ വിധി. അയ്യോ, മമ്മി ഇവിടെ ഉണ്ടായിരുന്നോ? മമ്മി കാണാതെ അടുക്കളയിലേക്ക് പോകാം. ഇനി ഈ ഷെൽഫിന്റെ ഉള്ളിൽ എങ്ങാനും ഉണ്ടാവുമോ? എന്തായാലും ഇവിടുത്തെ ഷെൽഫും കൂടെ ഒന്ന് തിരിഞ്ഞു നോക്കാം. നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഉണ്ട് മമ്മി. നീയേ ഒരു കാര്യം ചെയ്. ആ ഷെൽഫിലത്തെ കുപ്പിയിൽ കുറച്ച് കുഴമ്പുണ്ട്. അതെടുത്ത് എന്റെ കാലുകൾ ഇത്തിരി തടവി തന്നെ. കാലിന് നല്ല വേദനയുണ്ട്. ഞാൻ കുറച്ച് ബിസിയാ മമ്മി, എനിക്ക് ഇത്തിരി പണിയുണ്ട്. പണിയോ? എന്ത് പണി? അത് പിന്നെ ഞാനേ എന്റെ ഒരു പുസ്തകം പരതുകയാണ്. പുസ്തകമോ? എന്ത് പുസ്തകം? അല്ലെങ്കിലും നിന്റെ പുസ്തകമൊക്കെ ഈ പുറകിലത്തെ ഷെൽഫിലല്ലേ ഉള്ളത്? അവിടെയൊന്നും ഇല്ലല്ലോ. നീ കുറെ സമയമായല്ലോ എന്തോ തിരയുന്നു. എന്താണത്? എന്തോ ഒരു കള്ളക്കളിയുണ്ട്. എന്താണെങ്കിലും വേഗം പറഞ്ഞോ. കള്ളക്കളിയോ? എന്ത് കള്ളക്കളി? ഹേയ്, ഒന്നുമില്ല മമ്മി. മമ്മിക്ക് വെറുതെ ഓരോന്ന് തോന്നുക. അങ്ങനെയൊന്നുമില്ല. ഞാൻ ശരിക്കും എന്റെ പുസ്തകം പരതുക തന്നെയാണ്. അത് ഇവിടെ എവിടെയോ വെച്ച് മറന്നിട്ടുണ്ട്. അതെനിക്ക് നാളെ ആവശ്യമുണ്ട്. സ്കൂളിലത്തെ ലൈബ്രറിയിലത്തെ പുസ്തകമാ. ഞാൻ ഒന്നും കൂടെ തിരയട്ടെ, അതെവിടെയോ ഉണ്ട്. എന്തോ ഒരു കള്ളക്കളി ഉണ്ടല്ലോ. എന്താണത്? മനസ്സിലാവുന്നില്ലല്ലോ. ഒരു വിധത്തിലാ മമ്മിയുടെ അരികിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇനി ആ മുകളിലത്തെ ഷെൽഫും കൂടെ നോക്കാൻ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാ സ്ഥലവും പരതി, അവിടെയൊന്നും സാധനമില്ല. ഇനി ആ ഷെൽഫും കൂടെ തുറന്നു നോക്കിയാൽ ചിലപ്പോൾ അതിലുണ്ടാകും ഞാൻ അന്വേഷിക്കുന്ന എന്റെ ലഡു. ലഡു എന്ന് പറയുമ്പോൾ തന്നെ വായിന്ന് വെള്ളം വരുന്നു. ഞാൻ എടുത്ത് കഴിക്കുന്നത് കൊണ്ടാ മമ്മി അത് ഒളിപ്പിച്ചു വെച്ചത്. അതെനിക്ക് നന്നായിട്ട് അറിയാം. കഴിഞ്ഞ ദിവസം ചിറ്റയും ചിറ്റപ്പനും കൂടെ വന്ന് പോയപ്പോ തൊട്ട് ഞാൻ പരതുന്നതാ അവര് കൊണ്ടുവന്ന ലഡു കാണാൻ. മമ്മി അതെവിടെയോ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. അത് ഈ ഷെൽഫിലാവാൻ തന്നെയാണ് സാധ്യതയുള്ളത്. ഹമ്പടെ കേമി, അതിവിടെയാണ് ഒളിപ്പിച്ചു വെച്ചതല്ലേ? കണ്ടുപിടിച്ചേ ലഡു, ഞാൻ കണ്ടുപിടിച്ചേ. ഏടാ ലഡുക്കുട്ടാ, നിന്നെ എന്റെ കൈ കിട്ടിട്ടോ. ഞാൻ എത്ര സമയമായിരുന്നോ നിനക്ക് വേണ്ടി ഇവിടെ ഒക്കെ തിരയുന്നു. നീ ഇതിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയാണല്ലേ? നീ ഇങ്ങോട്ട് വാടാ കള്ളക്കുട്ടാ. നല്ല മണം. ഹമ്പടി കേമി, അപ്പ ഇതാണല്ലേ പരിപാടി? അയ്യോ മമ്മി, എന്തുവാടി നീ ഇവിടെ ചെയ്യണത്? എന്തുവാണ്? ഇതാണോടി നിന്റെ ലൈബ്രറി? താഴോട്ട് ഇറങ്ങി വാടി, താഴോട്ട് ഇറങ്ങാൻ. ഇല്ല, ഞാൻ ഇറങ്ങില്ല. നിന്നോടാ മര്യാദയ്ക്ക് താഴേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ ചട്ട കത്തിട്ട് നല്ല ചന്തിക്ക് പെട വെച്ച് തരും. എവിടെയാടി നിന്റെ പുസ്തകമുള്ളത്? അത് പിന്നെ ഞാൻ എന്റെ പുസ്തകം ഈ ഷെൽഫിൽ പരതിയതാണ്. പക്ഷെ അവിടെ എങ്ങുമില്ല. പകരം എനിക്ക് കിട്ടിയത് ഈ ലഡുവാണ്. അല്ലാതെ ഞാൻ ലഡു പരതിയതേ അല്ല മമ്മി. അല്ലെങ്കിൽ എനിക്ക് ഈ ലഡു എന്ന് പറയുന്ന സാധനം തന്നെ ഇഷ്ടമല്ല. നുണ പറയുന്നു. നിന്നോടാ മര്യാദയ്ക്ക് താഴേക്ക് ഇറങ്ങാൻ പറഞ്ഞത്. ഇങ്ങോട്ട് ഇറങ്ങടി, ഇറങ്ങാൻ. താഴേക്ക് ഇറങ്ങിയ മമ്മി എന്നെ തല്ലരുത്. തല്ലണോ തല്ലണ്ടേ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. നീ ഇങ്ങോട്ടേക്ക് ഇറങ്ങാനാ പറഞ്ഞത്.
മമ്മി ലഡു. മമ്മി കഴിച്ച ലഡു എനിക്ക് ഇഷ്ടമല്ല ലഡു. മമ്മിക്ക് കഴിക്കാൻ വേണ്ടിട്ട് എടുത്തതാണ് ഞാനിത്. നുണ പറയുന്നോ? നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കി തരാം. അയ്യോ മമ്മി പിച്ചല്ലേ, എനിക്ക് വേദനയാവുന്നു. അയ്യോ എന്നെ വീട് വീട്. ഇനി മേലാൽ നീ നുണ പറയുമോ? അയ്യോ മമ്മി പിച്ചല്ലേ, അയ്യോ വേദനയാവുന്നു, എന്നെ വീട്. ഞാൻ ആകെ ഒരു ലഡുവല്ലേ എടുത്തുള്ളൂ, അതിനല്ലേ മമ്മി എന്നെ ഇങ്ങനെ പിച്ചുന്നത്. ഒരു സാധനം വെച്ചാ വച്ചെടുത്തുണ്ടാവില്ല. നിന്റെ ഇടാടിൽ ഒരു ബേക്കറി ഇവിടെ വെക്കാൻ പറ്റുന്നില്ലല്ലോ. ഇത് എനിക്ക് കഴിക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നതല്ലേ ചിറ്റ, അതുകൊണ്ടല്ലേ ഞാൻ എടുത്ത് കഴിച്ചത്. നിനക്ക് കഴിക്കാൻ വേണമെങ്കിൽ നിനക്ക് എന്നോട് ചോദിച്ചാ പോരെ, നീ എന്തിനാ മോഷ്ടിക്കാൻ നിന്നത്? അത് ഞാൻ ഇതെവിടെയും കാണാഞ്ഞിട്ട് വെറുതെ ആ ഷെൽഫിൽ നോക്കിയതാ. അപ്പതേ ആ ഡബ്ബയിലുണ്ട്, അതിൽ നിന്നൊന്ന് എടുത്തതാണ്. മമ്മിക്ക് വേണമെങ്കിൽ കഴിച്ചോ, മമ്മിക്ക് കിട്ടാത്തത് കൊണ്ടല്ലേ മമ്മി എന്നെ പിച്ചിയത്. മിണ്ടാതിരിടി, മിണ്ടാതിരിക്കാൻ. അവളുടെ ഒരു കള്ള കണ്ണീര്. ഇനി മേലാൽ ഞാൻ വെച്ച എന്തെങ്കിലും സാധനം നീ എന്നോട് പറയാതെ എടുത്താൽ ചട്ടകം ചൂടാക്കി ഞാൻ നിന്റെ ചന്തിക്ക് വെച്ചു തരും. അത് മാത്രമല്ല, മേലാൽ ഇനി നുണ പറയാനും പാടില്ല. അവളുടെ ഒരു ലൈബ്രറി മണ്ണാൻ കോപ്പും നിന്റെ കണ്ണെത്തണ്ടാന്നും കൊണ്ടാ ഞാൻ ഏറ്റവും മുകളിലത്തെ ഷെൽഫിൽ തന്നെ ഒളിപ്പിച്ചു വെച്ചത്. അവിടെയും അവളുടെ രണ്ടുണ്ട കണ്ണും എത്തിയിരിക്കുന്നു. അയ്യോ മമ്മി ഇങ്ങനെ വഴക്ക് പറയല്ലേ, എനിക്ക് ലഡു വേണ്ട. മമ്മി തന്നെ എടുത്ത ഈ ലഡു ദാ. ഈ എടുത്ത ലഡു നീ കഴിച്ചോ, എന്നിട്ട് മര്യാദയ്ക്ക് പോയിട്ട് അവിടെ നിന്ന് പഠിക്ക്. ഇനി എന്നോട് ചോദിക്കാതെ എടുക്കാൻ പാടില്ല, അതാണ് ഞാൻ പറഞ്ഞത്. ശരി ശരി മമ്മി. എങ്കിൽ ഇന്ന് മോങ്ങാതെ പോയിരുന്ന് പഠിച്ചോ. രണ്ട് ചീത്ത കിട്ടിയാലെന്താ, ഒരു ലഡു കിട്ടിയല്ലോ, അത് മതി എനിക്ക്. എന്താ നാടി നിന്ന് പെരുപിറക്കണത്? ഹേയ് ഒന്നുമില്ല മമ്മി, ഞാൻ പഠിക്കുകയാണെന്ന് പറയായിരുന്നോ. ഈ പെണ്ണിന്റെ ഒരു കാര്യം, ഇതെന്തൊരു ബേക്കറി തിന്നലാണ്. കാണുന്ന ബേക്കറി മുഴുവൻ കയറ്റും, എന്നിട്ടോ ഭക്ഷണം കഴിക്കത്തില്ല. മുഴുവൻ ഒറ്റയടിക്ക് എടുത്ത് തിന്നണ്ടെന്ന് കൊണ്ടാണ് ഞാനത് മുകളിലത്തെ ഷെൽഫിൽ എടുത്ത് വെച്ചത്. പക്ഷെ അവിടെ ഇന്നത്തിന്റെ കണത്തി കൂരുതം കെട്ടവള്. എന്റെ ദൈവമേ, ഇനി അടുക്കളയിൽ പുതിയൊരു ഷെൽഫും കൂടെ കൂട്ടേണ്ടി വരും. ഒക്കെ അതിൽ കയറ്റി ഒളിപ്പിച്ച് വെച്ചിട്ട് താക്കോലും കൊണ്ട് നടക്കുന്നതാണ് എനിക്ക് ഉത്തമം. സമയം ഇന്ന് ഒരുപാട് വൈകിയല്ലോ. ദൈവമേ, സമയം 12 മണിയായി. ഇനി എപ്പോഴാ ഞാൻ ഉച്ചയ്ക്ക് കറി ഉണ്ടാക്കുന്നത്? അതെങ്ങനെയാ? സ്കൂള് പൂട്ടിയാൽ മുതൽ പിള്ളേരെ കൊണ്ട് ഒരു സ്വസ്ഥതയില്ലാതല്ലേ ഉള്ളത്. ആ ലച്ചു ഹോസ്റ്റലിൽ നിന്ന് വന്നത് മുതൽ എന്റെ ഒരു പണിയും നടക്കണില്ല. ഇനിയിപ്പോ പെട്ടെന്ന് എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കാം. ഫ്രിഡ്ജിൽ എന്താ ഉള്ളതെന്ന് നോക്കട്ടെ. കഴിഞ്ഞ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച ചിക്കൻ ഉണ്ടല്ലോ, ഇത് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാം. ഇത് വെച്ചിട്ട് ഇപ്പൊ എന്താ ഉണ്ടാക്കുക? ഇതുകൊണ്ട് ചിക്കൻ നിർത്തി പൊരിച്ചാലോ? വേണ്ട വേണ്ട, ഇനിയിപ്പോ എല്ലാരും കൂടെ എന്നെ നിർത്തി പൊരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് കുഴിമന്തി ഉണ്ടാക്കിയാലോ? അതാവും പിള്ളേർക്കും ഇഷ്ടപ്പെടും. അയ്യോ, അല്ലെങ്കിൽ പിന്നെ അതും വേണ്ട. എന്നിട്ട് വേണം നന്നായിട്ടില്ലെങ്കിൽ പിള്ളേർക്ക് എന്നെ കുഴിയിലിട്ട് മൂടാൻ. ഇതുകൊണ്ടിപ്പോ ഞാൻ എന്തോന്ന് ഉണ്ടാക്കുക? സമയമാണെങ്കിൽ ഒരുപാട് വൈകുകയും ചെയ്തല്ലോ. വേഗം കയ്യിൽ എന്ത് റെസിപ്പിയാ ഉള്ളത്? ഒരു കാര്യം ചെയ്യാം, കുക്കറിലെ ഒരു തട്ടിക്കൂട്ടി കുക്കർ ബിരിയാണി വെക്കാം. അതാവുമ്പോഴേ വേഗം പണി കഴിയുകയും ചെയ്യും, 2 പേർക്കും ഇഷ്ടവുമാണ്. ബിരിയാണിനെ കേട്ടാ പിന്നെ 2നും അത് മതി. എന്തായാലും അത് വെക്കാം, അതാവുമ്പോഴേ വേഗം എന്റെ ജോലിയും തീരും. ഹലോ, ഇവിടെ ആരും ഇല്ലേ? കമലേ കമലേ, ഇവിടെ ആരും ഇല്ലേ? അതാരാ ഈ നേരത്ത്? വാ വാ, കേറി വാ ആരായാലും. കമലേ, ഇത് ഞാനാടി. ആരിത്? സുമയോ? ഞാനങ്ങ് പേടിച്ചു പോയി ഈ സമയത്ത് ഇതാരാണെന്ന് വിചാരിച്ചിട്ട്. അതെന്താ നീ പുറകുവശത്തൂടെ വന്നത്? അതോ, ഞാൻ മുൻവശത്ത് കൂടെ തന്നെയാ വന്നത്. പക്ഷെ അവിടെ വാതിലടിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ പുറകിലോട്ട് വന്നത്. ബുദ്ധിമുട്ടോ? എന്തോന്ന് ബുദ്ധിമുട്ട്? അല്ല കമലേ, നീ ഇതുവരെയായിട്ട് റെഡി ആയില്ലേ? ഇപ്പൊ എന്തിനാ നീ കോഴീനെ നോക്കിയിരിക്കണത്? കോഴീനെ നോക്കിയിരിക്കണതല്ല പെണ്ണെ, ഞാനേ ഉച്ചക്കൊക്കെ കറി വെക്കാൻ നോക്കിയായിരുന്നു. കറി വെക്കാനോ? അതും ഇപ്പോഴോ? നീ കറിയും വെച്ചിരുന്നാലേ അപ്പൊ നീ എപ്പോ റെഡി ആവാനാ? പിന്നെ ഇപ്പോഴല്ലാണ്ട് പിന്നെ എപ്പോഴാണ് കറി വെക്കേണ്ടത്? ഉച്ചക്കുള്ള കറിയെ ഞാൻ വെക്കാൻ നോക്കുന്നത്. അതല്ല, നീ കുറെ നേരമല്ലോ റെഡി ആവണ കാര്യം പറയണു, ഇതെവിടെ പോവാനാ? ദേ കമലേ, നീ കളിക്കല്ലാട്ടോ. അപ്പൊ നിന്നോട് ഇന്നലെ രാത്രി വരെ വിളിച്ചു പറഞ്ഞ് നിന്നോട് മറന്നുപോയോ? ഇന്നലെ രാത്രിയോ? ഇന്നലെ രാത്രി നീ എന്ത് പറഞ്ഞെന്നായി പറയണത്? അയ്യോ സോറി സുമേ, എന്നോട് മറന്നു പോയതാടി. ഇന്നലെ നമ്മുടെ കുടുംബശ്രീയുടെ മീറ്റിംഗ്. ഭാഗ്യം, ഇപ്പോഴെങ്കിലും നിനക്ക് ഓർമ്മ വന്നല്ലോ. സുമേ, എന്നോട് മറന്നു പോയടി, എന്റെ പണി ഒന്നും കഴിഞ്ഞില്ല. ഈ പിള്ളേരെ വെക്കേഷനായിട്ട് ഇവിടെ ഇരിക്കണതുകൊണ്ട് എന്റെ ഒരു പണിയും നടക്കണില്ലടി.
ഹാ, എല്ലാ വീട്ടിലും ഇതന്നെ അവസ്ഥ. ഷോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയിപ്പോ ഈ ചിക്കനൊക്കെ കറി വെക്കാൻ നിന്നാലേ എന്റെ ഉള്ള സമയം കൂടെ വൈകും. തൽക്കാലം ഉച്ചക്ക് എന്താ കുട്ടിയൊക്കെ കഴിക്കാൻ കൊടുക്കാ? ഹാ, മക്കൾക്ക് നൂഡിൽസ് എന്നാ ഉണ്ടാക്കി കൊടുക്കാം. ചിക്കൻ ഞാൻ വന്നിട്ട് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാം. ഹാ, അതാ നല്ലത്. നീ വലിയ സെക്രട്ടറി ഒക്കെ ആയിട്ടേ സമയത്ത് ചെന്നില്ലെങ്കിലേ അവിടുത്തെ പെണ്ണുങ്ങൾ വിളിച്ച് നിന്നെ കളിയാക്കും. ആടി സുമേ, ഷോ, ഇതിലും വലിയ നാണക്കേട് വേറെ ഇല്ല. ആ സുമേ, നീ ഒരു കാര്യം ചെയ്യ്, നീ അകത്തോട്ട് പോയിരിക്കും. ഞാൻ മക്കൾക്ക് നൂഡിൽസ് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരാം. ആ ശരി, പെട്ടെന്നാവണം കേട്ടോ, ലേറ്റ് ആവല്ലേ. ഇല്ല പൊന്നോ, ഞാൻ വേഗം സ്പീഡ് ആക്കട്ടെ. ആ പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. ദേ ചേച്ചി, കള്ളക്കളി കളിച്ചാലുണ്ടല്ലോ ഞാൻ അങ്ങോട്ട് മര്യാദ കിട്ടിയല്ല കേട്ടോ. എടി പീക്കിരി, നിനക്ക് കളി അറിയാത്തതിന് ഞാൻ എന്തോന്ന് ചെയ്യാനാ? ഓ പിന്നെ കള്ളക്കളി. ആരടി കള്ളക്കളി? നീ ഇന്നേ അവരെന്റെ കൂടെ കളിച്ചിട്ട് ജയിച്ചിട്ടുണ്ടോടി? എന്നിട്ട് കള്ളക്കളി പോലും വേണമെങ്കിൽ പിടിച്ചോ. പിടിച്ചോ പിടിച്ചോ. പിടിച്ചേ. കണ്ടാ കണ്ടാ, ഇപ്പൊ കണ്ടാ നീ? ഞാൻ മര്യാദക്കല്ലേ ഇട്ടാന്നത്, അതുകൊണ്ടല്ലേ നിനക്ക് പിടിക്കാൻ പറ്റിയത്. അയ്യോ, ചേച്ചി മര്യാദക്ക് കളിച്ചിട്ടല്ല, ഞാൻ കളിയിൽ മര്യാദക്ക് കളിക്കുന്നുണ്ടാ. മക്കളെ, ഹാ എന്താ അമ്മ? മക്കളെ, മമ്മിക്ക് അത്യാവശ്യമായിട്ട് ഇന്ന് കുടുംബശ്രീക്ക് പോണം. മമ്മിയോടാണെങ്കിൽ ആ കാര്യം തന്നെ മറന്നുപോയി. ഇപ്പോഴാ ഓർമ്മ വന്നത്. അതന്നെ ഇപ്പൊ സുമാൻറ്റി ഇപ്പൊ ഇങ്ങോട്ട് വന്നത് കൊണ്ടാ മമ്മിക്ക് ഓർമ്മ വന്നത്. മമ്മിക്ക് പോവാതിരിക്കാനും പറ്റില്ല, മമ്മിയല്ലേ സെക്രട്ടറി. മമ്മി ഇല്ലാതെ അവിടെ ചർച്ചകളൊന്നും നടക്കില്ല. അതുകൊണ്ട് 1 മണിക്കൂർ മമ്മി വേഗം പോയിട്ട് വരാട്ടോ. ഹാ, അത്രേ ഉള്ളൂ. അതിനെന്തിനാ മമ്മി ടെൻഷൻ അടിക്കണത്? മമ്മി പോയിക്കോ, ഞങ്ങൾ ഇവിടെ നിന്നോളാം. അതല്ലാടാ മക്കളെ, മമ്മിക്ക് ഉച്ചക്ക് കറി വെക്കാനേ സമയം കിട്ടിയില്ലെന്നേ. ഇന്ന് കുറേ പരിപാടി ഉണ്ടായിരുന്നില്ലേ? നമ്മുടെ നഗൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. നമ്മൾ മെഞ്ഞാന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച ചിക്കൻ ഉണ്ടായിരുന്നില്ലേ? ഞാൻ അതുകൊണ്ട് കുക്കറിലെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ നോക്കിയ. പക്ഷേ സമയം കിട്ടണ്ടേ? മമ്മി ബിരിയാണിയാ? ഷോ, മക്കൾ കൊതിക്കണ്ട, മമ്മി ഉണ്ടാക്കിയിട്ടില്ല. മമ്മിക്ക് സമയം കിട്ടിയില്ലെന്നാ പറഞ്ഞേ. ഞാൻ പോയി വന്നിട്ട് ഉണ്ടാക്കി തരാട്ടോ. അത് നന്നായി. ഹാ, അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടാക്കും മമ്മി നൂഡിൽസ് ഉണ്ടാക്കിയിട്ട് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. മക്കൾ വിശക്കും മതിയെടുത്ത് കഴിച്ചോട്ടാ. ഹായ്, നൂഡിൽസ് ഉണ്ടോ? അത് മതി മമ്മി, ഞങ്ങൾക്ക് അത് മതി. മമ്മി ധൈര്യമായിട്ട് പോയിട്ട് വന്നോ, ഞങ്ങൾ വിശക്കും മതിയെടുത്ത് കഴിച്ചോളാം. ഹാ, പിന്നെ മക്കളെ, ഹാ മോളെ പിങ്കി മോളെ ലച്ചു, മമ്മി ഒരു കാര്യം പ്രത്യേകം പറയുന്നു. അടുക്കളത്തെ സിങ്കിന്റെ മുകളിൽ മമ്മി ചിക്കൻ എടുത്ത് വെച്ചിട്ട് മക്കൾ രണ്ടാളും ഒരു കാരണവശാലും അതിൽ പോയി തൊടരുത്. മമ്മി മീറ്റിംഗും കഴിഞ്ഞ് വന്നിട്ട് മക്കൾക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി തരാം. മക്കൾ നൂഡിൽസ് ഒക്കെ കഴിച്ചിട്ട് TV കണ്ടോ കളിച്ചോ ഇവിടെ തന്നെ നിന്നോളണം. പിന്നെ ദൈവത്തെ ഓർത്ത് മമ്മിയുടെ 2 മക്കളും ഇടപിടി കൂടരുത്. ദേ, ഇതിനകത്ത് നിങ്ങളുടെ സൗണ്ട് കേട്ടിട്ട് ഈ ഏരിയയിലുള്ള ആൾക്കാർ നിങ്ങൾ ഓടിച്ചു വിടരുത്. അതൊക്കെ പണ്ടല്ലേ അമ്മ, ഇപ്പൊ ഞങ്ങൾ ഡീസന്റ് ആയില്ലേ? ഡീസന്റ്, അതൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. ദേ നോക്ക്, മമ്മിക്ക് പോവാൻ സമയമായി. പിന്നെ മമ്മി എടുത്ത് വീണ്ടും വീണ്ടും പറയുന്നത് ചിക്കൻ പോയി തുടരുത്, ആ നൂഡിൽസ് ഒക്കെ കഴിച്ചിട്ട് മക്കൾ ഇവിടെ ഇരുന്നോളണം. ആ മമ്മി പോയിട്ട് വാ, ധൈര്യമായിട്ട് പോയിട്ട് വാ, ഞങ്ങൾ ഇവിടെ തന്നെ നിന്നോളാം. മമ്മി പറഞ്ഞതൊക്കെ അനുസരിച്ചോളാം. എടി പിങ്കി മോളെ, നീ എന്താ കഴിക്കാത്തേ? എനിക്കൊന്നും വേണ്ട ഈ ഉണക്ക നൂഡിൽസ്. ഉണക്ക നൂഡിൽസാ? നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ഇതിന്. ടേസ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷേ ഇതിങ്ങനെ വെറുതെ തിന്നുമ്പോ എന്തോന്നൊരു രസം, ഒരു രുചിയില്ല ഇതിന്. ആഹാ, എന്നാ തമ്പുരാട്ടിക്ക് ഇതിന്റെ കൂടെ 2 ചിക്കൻ ഫ്രൈ തരട്ടെ. അമ്മേ, ചിക്കൻ ഫ്രൈയാ? ആ അതെ, ചിക്കൻ ഫ്രൈ. നിന്റെ കയ്യില്ലേ, ആ കൈ തന്നെ നീ അങ്ങ് സ്വയം കടിച്ചോ, ആ ചിക്കൻ ഫ്രൈ ആണെന്ന് വിചാരിച്ചിട്ട്. അവർക്ക് ചിക്കൻ ഫ്രൈ വേണം പോലും. ചേച്ചി, ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ, എന്നെന്തിനാ ഇങ്ങനെ കളിയാക്കണത്? ആടി, ഞാൻ നിനക്ക് ഇപ്പൊ തന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി തരാം. ലെഗ് പീസ് തന്നെ അതും തരാം. എന്താ, മതിയോ? പെണ്ണിന് നൂഡിൽസ് തിന്നാൻ പറ്റില്ല പോലും. നോക്കിക്കോ ചേച്ചി, ഞാൻ തന്നെ ഉണ്ടാക്കി തിന്നു. ആണടാ മക്കളെ തന്നെ ഉണ്ടാക്കുവോ? എന്നാ വേഗം ചെല്ലി തന്നെ ഉണ്ടാക്കി പോയി തിന്നോട്ടാ. എന്തൊരു ചൂടാ, എന്തൊരു ചൂടാ, നല്ല ചൂടുണ്ട്. ചിക്കൻ ഫ്രൈയാ? എന്ത് രുചി, നല്ല രുചിയുണ്ട്. തിന്നിട്ട് കൊതി മാറുന്നില്ല. പിങ്കി മോളെ, നിനക്ക് എവിടെ ചിക്കൻ ഫ്രൈ കിട്ടിയത്? എവിടുന്ന് കിട്ടിയെന്നോ? ഇത് ഞാൻ ഉണ്ടാക്കി, അല്ലാണ്ട് പിന്നെ എവിടുന്ന് കിട്ടാനാ? ഉണ്ടാക്കിയെന്നോ? അതിന് നിനക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയോ? ആ, വല്ലപ്പോഴേ ഒന്ന് അടുക്കളയിലൊക്കെ കയറണം, എങ്കിലും ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിക്കുള്ളൂ. പിങ്കി മോളെ ഒന്ന് പറ മോളെ, ചേച്ചിയുടെ മോളല്ലേ, ഇത് എങ്ങനെ ഉണ്ടാക്കി ഒന്ന് പറ മോളെ. ചേച്ചിക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇത് ഞാൻ ഉണ്ടാക്കിയതാണെന്ന്. ആണോ? എന്നാ ചേച്ചിക്കും താടി ഒരു പീസ്. ചേച്ചിക്ക് ഒരു കടിയെങ്കിലും താടി. ആ, ഒരു കടിയാ? ഇപ്പൊ തരാട്ടാ, ഇപ്പൊ തരാം, ഒരു മിനിറ്റ്.
ചേച്ചി ഇനിയിപ്പോ ചേച്ചിക്ക് ഒരു കടി വേണമെങ്കിൽ ഇങ്ങ് വാ, ഞാനൊരു കടി വെച്ച് തരാം. അല്ല പിന്നെ ചിക്കൻ ഫ്രൈ വേണം പോലും, ചിക്കൻ ഫ്രൈ. ഒന്ന് പോടി ചേച്ചി അവിടുന്ന്. അല്ല പിന്നെ ഓഹോ, നീ അത്ര കലടി. നോക്കിക്കൊടി, ഞാൻ ഉണ്ടാക്കും ചിക്കൻ ഫ്രൈ. എനിക്ക് അതിൽ നിന്നൊരു പീസ് പോലും നിനക്ക് ഞാൻ തരില്ല. അവൾക്ക് ഞാൻ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാം. ഷോ, ഞാൻ ആ പെണ്ണിനെ വെല്ലുവിളിക്കുകയും ചെയ്തു. ഇതിപ്പോ എങ്ങനെ ഉണ്ടാക്കാ? ഒരു ഐഡിയ. മമ്മി ചെയ്യുന്നത് പോലെ ഉപ്പും കുരുമുളകും മുളകൊക്കെ തേച്ച് ഈ ചിക്കൻ എടുത്ത് ഓവനിൽ കാറ്റാം. അപ്പൊ നല്ല മുരിഞ്ഞ ചിക്കൻ ഫ്രൈ റെഡി. ഹോ, അങ്ങനെയെല്ലാം സെറ്റ്. അല്ല, ഇതിപ്പോ എങ്ങനെ ഇതിന്റെ ടൈം സെറ്റ് ചെയ്യുക? നല്ലോണം ക്രിസ്പി ആയിക്കോട്ടെ, അതുകൊണ്ട് ഏറ്റവും കൂടിയ ടൈം സെറ്റ് ചെയ്യാം. എനിക്ക് കുറച്ചു നേരം കഴിഞ്ഞ് വന്നിട്ട് നോക്കാം. അയ്യോ അമ്മേ, ഇതെന്താ അതിൽ നിന്ന് പുക വരുന്നത്? അയ്യോ, ഇതെന്ത് പറ്റി ഇതിന്? മമ്മി മമ്മി ഓടി വാ മമ്മി. അയ്യോ മമ്മി ഓടി വാ, ഓടി വാ. എന്താ മക്കളെ, എന്തിനാണ് ഇങ്ങനെ കരയണത്? അയ്യോ, ഇതെന്തായി കാണുന്നത്? അയ്യോ നീ അമ്മേ നോക്കമ്മേ, നീ ഓവനിൽ നിന്ന് പുക വരണമ്മേ. അയ്യോ, ഇതെന്തോന്നായി പറ്റിയത്? ഇതാരാ ഈ ചിക്കൻ ഇതിന്റെ ഉള്ളിൽ വെച്ചത്? ഇതാകെ കരിഞ്ഞു പോയല്ലോ. മമ്മി സോറി മമ്മി, ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ നോക്കിയതാ, അത് കൊളായി കരിഞ്ഞു പോയി മമ്മി. ചിക്കൻ ഫ്രൈയാ? ലച്ചു, നിന്നോട് ഞാൻ 1000 തവണ പറഞ്ഞില്ലേ ചിക്കനിൽ കൈവെക്കരുതെന്ന്? അത് മമ്മി, ഇവള് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി നൂഡിൽസിലൂടെ കഴിച്ചമ്മേ. ഇവള് എനിക്ക് ഒന്നും തന്നില്ല, അതുകൊണ്ട് എനിക്ക് കൊതിയായിട്ട് ഞാൻ ഉണ്ടാക്കിയതാ മമ്മി ചിക്കൻ ഫ്രൈ. സോറി മമ്മി. നീ പിങ്കി മോളെ, നീ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയോ? ഹേയ്, ഞാൻ ഉണ്ടാക്കിയില്ല മമ്മി. എനിക്ക് എവിടുന്നാ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ അറിയാവുന്നത്? ഞാൻ കഴിച്ചതേ ഇന്നലത്തെ ബാക്കിയുള്ള ഫ്രിഡ്ജിലത്തെ ചിക്കൻ ഫ്രൈയുടെ